തിരുവനന്തപുരത്തെ സ്റ്റാർ ക്യാമ്പയിനറായി പലയിടങ്ങളിലും പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ കുറച്ചധികം പ്രവർത്തനങ്ങൾ ഉണ്ടോ എന്നൊരു ഡൗട്ട്. മറ്റേതെങ്കിലും കാരണമുണ്ടോ? ഈ സ്റ്റാർ ക്യാമ്പയിനൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സിനിമയിൽ 36 കൊല്ലത്തോളം നിന്നു, അല്ലെങ്കിൽ പൊതുരംഗത്ത്. അത് കഴിഞ്ഞാണ് രാഷ്ട്രീയത്തിലോട്ട് വരുന്നത്. അപ്പോൾ എല്ലായിടത്തും സ്ഥാനാർത്ഥികൾ മത്സരിക്കുകയാണ്. ഇപ്പോൾ ഈ ത്രിതല പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ അതിനകത്ത് നമുക്ക് തിരുവനന്തപുരം കോർപ്പറേഷനുണ്ട്, തൊട്ടടുത്ത് കാട്ടാക്കട, ഈ ഭാഗങ്ങളിൽ നിന്നൊക്കെ ഞാൻ ഇഷ്ടംപോലെ വർക്ക് ചെയ്ത് ബന്ധമുള്ളവരാണ്. അപ്പോൾ പരമാവധി ഇപ്പം ഞാൻ 2 ഇലക്ഷൻ ഫൈറ്റ് ചെയ്ത ഒരാളും ഞാൻ 2 തോറ്റ ഒരാളും, അതുകൊണ്ട് ഒരു സ്ഥാനാർത്ഥിയുടെ മനസ്സ് എനിക്ക് നല്ലപോലെ അറിയാം. പരമാവധി സ്ഥലങ്ങളിൽ ഓടിയെത്തും ഞാൻ. കുറേ പാർട്ടി ഓഫീസിൽ വിളിക്കും, പ്രവർത്തകർ വിളിക്കും, സ്ഥാനാർത്ഥികൾ വിളിക്കും. അപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ ആദ്യമായിട്ടായിരിക്കും പാർട്ടിയുടെ ഒരാൾ അല്ലെങ്കിൽ ഒരു സിനിമയിൽ നിന്നൊരാൾ വരുന്നത്. അപ്പം നമ്മളെപ്പോഴും ആലോചിക്കും, എല്ലാ വ്യക്തികൾക്കും കുറച്ച് പേരെ സ്വാധീനിക്കാൻ കഴിവുണ്ട് ഭൂമിയിലെല്ലാവർക്കും. അപ്പം നമ്മൾക്ക് അങ്ങനെ ഒരു കഴിവുണ്ട്. നമ്മൾ ചെന്ന് സംസാരിച്ചാൽ ചിലപ്പോൾ ഇവരൊക്കെ ജയിക്കാൻ, ചിലപ്പോൾ 5 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നു, നമ്മളൊരു 5 വോട്ട് നമുക്ക് നേടിക്കൊടുക്കാൻ കഴിയുമോ? അതുകൊണ്ട് പരമാവധി സ്ഥലങ്ങളിൽ 7-ാം തീയതി വരെയുള്ളൂ നമ്മൾ ഓടിയെത്തുക. പിന്നെ വട്ടിയൂർക്കാവ് എന്ന് പറഞ്ഞു, ഞാൻ ജീവിക്കുന്നത് വട്ടിയൂർക്കാവ് മണ്ഡലത്തിനകത്താണ്. എൻ്റെ ഭാര്യയുടെ വീട് വട്ടിയൂർക്കാവിനകത്ത്. ഇപ്പം നമ്മളിത് സംസാരിക്കുന്ന ഈ ഓഫീസ് ഇവിടെയാണ്. 25 കൊല്ലപ്പെട്ട് ഇവിടെ നിൽക്കുമ്പോൾ ബന്ധങ്ങൾ ഇവിടെ കൂടുതലാണ്. ഇവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ വിളി വരുന്നത്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇവിടെ നിൽക്കുന്ന സ്ഥാനാർത്ഥികളുമായിട്ട് വ്യക്തിബന്ധമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ചുറ്റുവട്ടത്ത് നമ്മൾ ജീവിക്കുന്നിടത്തായിരിക്കണം ഏറ്റവും കൂടുതൽ വർക്ക്. എന്തിനാ കാഞ്ഞിരംപാറ വാർഡിൽ ഇപ്പോൾ സുമി ബാലു നിൽക്കുന്നു, എൻ്റെ മാതൃ വാർഡാണ്. അവർക്ക് വേണ്ടിയായിരിക്കും ഏറ്റവും കൂടുതൽ ഞാൻ വർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അത് യാതൊരു തർക്കവുമില്ല. കാരണം എൻ്റെ അവിടെ എനിക്ക് അറിയാവുന്നവർ ജയിച്ചു വരണം. ഇപ്പോൾ കഴിഞ്ഞാണ് അവർ കൗൺസിലറായിരുന്നു. ഇത്തവണയും എല്ലാ സാധ്യതയാണ്, അവർക്ക് നല്ല ബഹുഭൂരിപക്ഷത്തിൽ ജയിക്കും. ആ ഭൂരിപക്ഷം കൂട്ടാൻ നമ്മൾ പോയി പ്രവർത്തിച്ചു കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. നമുക്ക് ചുറ്റും നിൽക്കുന്നവർ വിജയിക്കുമ്പോൾ അതെൻ്റെ വിജയമായിട്ട് ഞാൻ കരുതും. അതുകൊണ്ട് ഇന്നും നാളെയും 7-ാം തീയതി വരെയും മരിച്ച് പണിയെടുക്കുക, പാർട്ടിയെ ജയിപ്പിക്കുക.